നമസ്കാരം. ശ്രീമൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെക്കുറിച്ചറിയാത്ത വൈഷ്ണവരുണ്ടാവില്ല. എന്നാൽ ഭഗവാൻ മഹാവിഷ്ണു വീണ്ടും വരാഹാവതാരം എടുത്ത് ശ്രീ പരമേശ്വരൻ്റെ കാലടികൾ കണ്ടുപിടിക്കാൻ ഭൂമിയെ തുറന്ന ദ്വാരമുള്ള ക്ഷേത്രമെന്ന് ഖ്യാതിയുള്ളതും തമിഴകത്തിൻ്റെ ഹരിദ്വാർ എന്നറിയപ്പെടുന്നതുമായ ഒരു പഞ്ചാരണ്യ ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പാതാളേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ ആലങ്കുടിക്കടുത്ത് ഹരിദ്വാരമംഗലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, പാതാളേശ്വരർ, പാതാളവരദർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, അലങ്കാരവല്ലി, അലങ്കാരനായികി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും തിരുച്ചേരെ സാരപരമേശ്വര ക്ഷേത്രം പോലെ ഇതൊരു ഋണവിമോചന ക്ഷേത്രമാണ്. ശ്രീമൻ നാരായണൻ രണ്ടാമത്തെ പ്രാവശ്യം വരാഹാവതാരമെടുത്ത് ഭൂമിയെ തുറന്ന സ്ഥലമാണിത്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രസിദ്ധമായ 276 ശിവക്ഷേത്രങ്ങളിൽ 99ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 162ാമത്തേതുമാണ് ഹരിദ്വാരമംഗലം പാതാളേശ്വരർ കോവിൽ. 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സമ്പന്നരും വള്ളലാരും ഈ ക്ഷേത്രത്തിലെ മൂലവർക്ക് പതികം പാടിയിട്ടുണ്ട്. ആലങ്കുടി ആപത് സഹായേശ്വര ക്ഷേത്രം സന്ദർശിച്ച ശേഷം സമ്പന്തർ ഇവിടെയും വന്നിരുന്നതായി സൈക്കിടാർ പെരിയ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്നും ഈ ക്ഷേത്രം 7ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നതായി കണക്കാക്കാം. ഹരിദ്വാരമംഗലത്തിൽ ഉള്ള ശിവഭഗവാനെ ദർശിച്ചാൽ ഹരിദ്വാർ ദർശിച്ച ഫലമാണെന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. തിരു അരതെ പെരുമ്പാഴി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പിന്നീട് ഹരിദ്വാരമംഗലമായി മാറിയത്. പഞ്ചാരണ്യ ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. പഞ്ചാരണ്യങ്ങൾ ഇവയാണ്: മുല്ലൈവനം തിരുക്കരുകാവൂർ മുല്ലൈ വനനാഥർ ക്ഷേത്രം, പാതിരിവനം അവലിവനല്ലൂർ സാക്ഷിനാഥർ സ്വാമി ക്ഷേത്രം, വന്യവനം ഹരിദ്വാരമംഗലം പാതാളേശ്വര ക്ഷേത്രം, പൂളവനം ആലങ്കുടി ആപത് സഹായേശ്വര ക്ഷേത്രം, വില്ലുവനം തിരുക്കൊള്ളംപുതൂർ വില്യാരണ്യേശ്വര ക്ഷേത്രം. തിരുക്കരുകാവൂർ ക്ഷേത്രം അതിരാവിലെ 5:30 മണി മുതൽ 6:30 മണിക്കുള്ളിൽ ഉഷാകാല പൂജയ്ക്കും, അവലിവനല്ലൂർ ക്ഷേത്രം രാവിലെ 8:30 മണി മുതൽ 9:30 മണിക്കുള്ളിൽ കാലശാന്തി പൂജയ്ക്കും, ഹരിദ്വാരമംഗലം പാതാളേശ്വര ക്ഷേത്രം 11:30 മണി മുതൽ 12:30 മണിക്കുള്ളിൽ ഉച്ചകാല പൂജയ്ക്കും, ആലങ്കുടി ക്ഷേത്രം വൈകുന്നേരം 5:30 മണി മുതൽ 6:30 മണിക്കുള്ളിൽ സായരക്ഷാ പൂജയ്ക്കും, തിരുക്കൊള്ളംപുതൂർ ക്ഷേത്രം രാത്രി 7:30 മണി മുതൽ 8:30 മണിക്കുള്ളിൽ അർദ്ധയാമ പൂജയ്ക്കും ഒരേ ദിവസം സന്ദർശിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് ഉത്തമമാണെന്നാണ് പറയുന്നത്. 4-5 മണിക്കൂറിനുള്ളിൽ ചെന്നെത്താവുന്ന തരത്തിൽ 36 കിലോമീറ്ററിനുള്ളിലാണ് ഈ ശിവക്ഷേത്രങ്ങളെല്ലാം. തിരുജ്ഞാന സമ്പന്നർ ഇതേ ക്രമത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഹരിദ്വാരമംഗലം പാതാളേശ്വര ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഉച്ചകാല പൂജയിൽ പങ്കെടുക്കാനാണ്. പ്രധാനമായും കടബാധ്യത തീരുമെന്നതാണ് ഇവിടെയുള്ള വിശ്വാസം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. പൊതുവെ സുപരിചിതമായ ഒരു ഐതിഹ്യമാണിത്. ബ്രഹ്മദേവനും ശ്രീമൻ മഹാവിഷ്ണുവിനും ഇടയിൽ ആരാണ് ഏറ്റവും ഉന്നതൻ എന്നൊരു തർക്കം രൂപപ്പെട്ടതിനെ തുടർന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞു: ഭൂമിയിലുള്ള ജീവജാലങ്ങളെ താങ്കൾ എത്ര തന്നെ കാത്തുരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സൃഷ്ടികർമ്മം നടത്തിയില്ലെങ്കിൽ താങ്കൾക്ക് ജോലിയേ ഇല്ല. അതിന് മറുപടിയായി ബ്രഹ്മദേവ, താങ്കൾ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു എന്നത് സത്യം തന്നെ. പക്ഷേ ഈ ജീവജാലങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് ഭൂമിക്കാവശ്യം. ഞാൻ അവരെ കാത്തുരക്ഷിക്കാതിരുന്നാൽ സൃഷ്ടിയുടെ ആവശ്യമേ വരില്ല എന്ന് മഹാവിഷ്ണു ഉര ചെയ്തു. തർക്കം അതിരുവിട്ടപ്പോൾ ശ്രീ പരമേശ്വരൻ ഇടപെട്ട് ഒരു ജ്യോതിസ്വരൂപമായി അവർക്ക് മുന്നിൽ ഉദ്ഭവിച്ച് തൻ്റെ മുടിയോ കാലടികളോ ആദ്യം കണ്ടുപിടിക്കുന്നവർ ഉന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷമായി. ഉടൻ തന്നെ ശിവഭഗവാന്റെ കാലടികളെ തേടി ശ്രീമൻ മഹാവിഷ്ണു വരാഹാവതാരമെടുത്ത് ഭൂമിയെ തുറന്നും ബ്രഹ്മദേവൻ അരയന്നപക്ഷിയായും ഭഗവാന്റെ മുടി കണ്ടുപിടിക്കാൻ പറന്നുയർന്നു. യുഗങ്ങൾ തേടിയിട്ടും കണ്ടുപിടിക്കാനാവാതെ ബ്രഹ്മദേവൻ നിൽക്കുമ്പോൾ ശിവഭഗവാന്റെ തിരുജടയിൽ നിന്ന് യുഗങ്ങളായി താഴോട്ട് വരികയായിരുന്ന കൈതപ്പൂവിനെ കണ്ട് ഭഗവാന്റെ മുടി കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ബ്രഹ്മദേവൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തതിനാൽ കൈതപ്പൂവിനെ കൊണ്ട് താൻ ഭഗവാന്റെ മുടി കണ്ടെന്ന് കള്ളം പറയാൻ ഏൽപ്പിച്ചു. ബ്രഹ്മദേവന്റെ ശാപം ഭയന്ന് നിവൃത്തിയില്ലാതെ കൈതപ്പൂവ് സമ്മതിച്ചു. ഇരുവരും ശ്രീ പരമേശ്വരന് മുന്നിലെത്തി താൻ ഭഗവാന്റെ മുടി കണ്ടെന്ന് കൈതപ്പൂ സാക്ഷിയാക്കി ബ്രഹ്മാവ് കള്ളം പറഞ്ഞു. ബ്രഹ്മദേവന്റെ നുണ കേട്ട് കോപിഷ്ഠനായ ശിവഭഗവാൻ ബ്രഹ്മദേവന് ഭൂമിയിൽ പൂജയോ ക്ഷേത്രങ്ങളോ ഇല്ലാതെ പോകട്ടെ എന്നും കൈതപ്പൂ ഇനി ആരും പൂജയ്ക്കെടുക്കില്ലെന്നും ശപിച്ചു. കൈതപ്പൂ ശാപമോക്ഷത്തിനായി തപസ്സിരുന്ന് ഉത്തരകോശമംഗ ക്ഷേത്രത്തിൽ വെച്ച് ശാപം മാറ്റി. കൈതപ്പൂവിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ മഹാശിവരാത്രി ദിവസം ഉച്ചകാല പൂജയ്ക്ക് ഒരു വേള മാത്രം കൈതപ്പൂ പൂജയ്ക്കെടുക്കുമെന്ന് ഉര ചെയ്തു. വിഷ്ണു ഭഗവാൻ രണ്ടാമതും വരാഹാവതാരം എടുത്ത് ഭൂമിയെ തുറന്നുകൊണ്ട് അതലം, വിതലം, സുതലം, പാതാളം എന്നിവിടങ്ങളിലെല്ലാം ശിവഭഗവാന്റെ കാലടികൾ തേടി കണ്ടുപിടിക്കാനാവാതെ തൻ്റെ തോൽവി സമ്മതിച്ചു. സത്യം പറഞ്ഞ മഹാവിഷ്ണുവിന് ഭൂമിയിൽ ക്ഷേത്രങ്ങളും പൂജകളും നടക്കുമെന്ന് ശ്രീ പരമേശ്വരൻ അറിയിച്ചു. ഈ ഐതിഹ്യത്തിൽ മഹാവിഷ്ണു വരാഹാവതാരം എടുത്ത് ഭൂമിയെ തുറന്നുകൊണ്ട് ഭഗവാന്റെ കാലടികളെ തേടാൻ പോയ
ആരംഭ സ്ഥലമാണ് ഹരിദ്വാരമംഗലം പാതാളേശ്വര ക്ഷേത്രം. അതിനാൽ തന്നെ ക്ഷേത്രത്തിലെ മൂലസ്ഥാനത്തിൽ ഒരു വലിയ ദ്വാരമുണ്ട്. ശിവഭഗവാൻ വരാഹത്തിന്റെ ഒരു തേറ്റപ്പല്ലി പറിച്ചെടുത്ത് മാറിലണിഞ്ഞതായും ഐതിഹ്യമുണ്ട്. ഈ ഈശനെ ശരണമടയുന്നവർക്ക് അണ്ണാമലയാരുടെ ദർശനം കിട്ടുമെന്നത് ക്ഷേത്ര രഹസ്യം. ഹരി അതായത് വിഷ്ണു ഭഗവാൻ ഭൂമിയെ തുളച്ച് ദ്വാരമിട്ടതിനാൽ ഈ പ്രദേശത്തിന് ഹരിദ്വാരമംഗലം എന്ന നാമം വന്നു. മിക്കവാറും ശിവക്ഷേത്രങ്ങളിൽ പ്രകാരങ്ങളിൽ കാണപ്പെടുന്ന ലിംഗോദ്ഭവ പ്രതിഷ്ഠ ഈ ഐതിഹ്യത്തെ സാധൂകരിച്ചാണ്. ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും വേണ്ടി ജ്യോതിസ്വരൂപമായി ഉദ്ഭവിക്കാൻ ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ നിന്നും ആദ്യ കാലടി എടുത്തുവെച്ച പർവ്വതമലയെക്കുറിച്ചും രണ്ടാമത് കാലടി എടുത്തുവെച്ച തിരുവണ്ണാമലയെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറൊരു പുരാണപ്രകാരം ശ്രീപാർവതിയുമായുള്ള വിവാഹം നിശ്ചയിച്ച ശേഷം പാർവതിയെ കളിയാക്കാനായി തമാശയ്ക്ക് ശ്രീപരമേശ്വരൻ ഭൂമിയിൽ തിരുവരതെ പെരുമ്പാഴി എന്ന ഹരിദ്വാരമംഗലത്തിൽ ഒരു ദ്വാരത്തിൽ മറഞ്ഞിരുന്നു. വിഷമിച്ചുപോയ ശ്രീപാർവതി സഹോദരൻ മഹാവിഷ്ണുവിനോട് ശിവഭഗവാനെ കാണാത്തതിനാൽ ആശങ്ക അറിയിച്ചു. ശ്രീമൻ മഹാവിഷ്ണു വരാഹാവതാരം എടുത്ത് ഭൂമിയെ തുറന്ന് ശിവഭഗവാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരികയും ശ്രീ പരമേശ്വരനുമായി പാർവതീദേവിയുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടെയും കാണപ്പെടുന്ന അതിപുരാതനമായ ഹരിദ്വാരമംഗലം പാതാളേശ്വര ക്ഷേത്രം ചോഴ രാജാക്കന്മാരും നായ്ക്കർ രാജാക്കന്മാരും മറാത്തിയ രാജാക്കന്മാരും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. 410 വർഷത്തിനു ശേഷം 2006 ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രത്തിനെതിരിലാണ് തീർത്ഥക്കുളം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് ഒരു മണ്ഡപം. രാജഗോപുരത്തിന് നേരെയാണ് മൂലവർ സന്നിധി. ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ തന്നെ നവഗ്രഹ നായകനാകിയാൽ പ്രത്യേകം നവഗ്രഹ സന്നിധിയില്ല. ഇവിടെയുള്ള ദുർഗ അമ്പാളുടെ അംശമാകിയാൽ ദുർഗയ്ക്കും പ്രത്യേകം സന്നിധിയില്ല. വേറൊരു പ്രത്യേകത സപ്തവിനായകർ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്നതാണ്. വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിവാരണം കിട്ടുന്ന സന്നിധിയാണിത്. ഈ ക്ഷേത്രത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ വരാഹമൂർത്തിയുടെ പാതാള പ്രവേശത്തിന് സാക്ഷി പോലെ ശ്രീപരമേശ്വരൻ പാതാളേശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഐതിഹ്യപ്രകാരം വരാഹമൂർത്തി തുളച്ച മൂലസ്ഥാനത്തുള്ള വലിയ ദ്വാരം ഇന്ന് കല്ലുകൊണ്ട് അടച്ചു വച്ചിരിക്കുന്നു. ദ്വാരപാലികമാർ കാവൽ നിൽക്കുന്ന തനി ഗോപുര സന്നിധിയിൽ മൂലവർ സന്നിധിക്ക് വലതുഭാഗത്ത് അമ്പാൾ അലങ്കാരവല്ലി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. ഭഗവാന്റെ വലതുഭാഗത്തുള്ള സന്നിധിയാകിയാൽ തിരുമണക്കോലം എന്ന് പറയുന്നു. ഈ 2 സന്നിധികൾക്കുമിടയിൽ സോമസ്കന്ദരുമുണ്ട്. ഭക്തർ കടം മാറാനും വിവാഹ സന്താന ഭാഗ്യത്തിനും ക്ഷേത്രത്തിലെത്തി വഴിപാട് നിറവേറ്റുന്നു. പ്രകാരത്തിൽ വിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, പതഞ്ജലി, വ്യാഘ്രപാദർ, നടരാജമൂർത്തി, കാശി വിശ്വനാഥർ വിശാലാക്ഷി, സൂര്യൻ, ചന്ദ്രൻ, ഭൈരവർ, തിരുജ്ഞാന സംബന്ധർ, തിരുനാവുക്കരശർ, സുന്ദരർ, ലിംഗോദ്ഭവർ, സപ്തമാതാക്കൾ, ദക്ഷിണാമൂർത്തി, സപ്തവിനായകർ, മഹാവിഷ്ണു, മഹാലക്ഷ്മി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി എന്നീ ദിവസങ്ങൾ കൂടാതെ വൈകാശി വിശാഖം, മാർഗഴി തിരുവാതിര, വിനായക ചതുർത്ഥി, ഐപ്പശി അന്നാഭിഷേകം, തൃക്കാർത്തിക, മകരസംക്രാന്തി, തൈപ്പൂയം, മഹാശിവരാത്രി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ആലങ്കുടിയിൽ നിന്ന് 10 കിലോമീറ്റർ, കുംഭകോണത്ത് നിന്ന് 21 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 40 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം അമ്മാപേട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.